ഹായ് ലിമ വേൾഡ് യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞങ്ങൾ പോയിക്കൊണ്ടിരിക്കുന്നത് കൊല്ലം ജില്ലയിലെ അഴീക്കൽ ബീച്ചിലാണ്. ഏകദേശം ഞങ്ങളുടെ വീട്ടിൻ്റെ കുറച്ച് ദൂരം പോയാൽ മതി അഴീക്കൽ ബീച്ചിൽ പോകാൻ. ഞങ്ങൾ അവധി സമയങ്ങളിലൊക്കെ പോയി ചിലവഴിക്കുന്ന ഒരു സ്ഥലമാണ്. നമുക്ക് 1 കിലോമീറ്റർ മുമ്പ് തന്നെ ആ കടലിൻ്റെ ഭംഗി ആസ്വദിച്ചുകൊണ്ട് യാത്ര ചെയ്യാൻ പറ്റുന്നതാണ്. നല്ല രസമാണ് അതിലേക്കൂടെ ഇങ്ങനെ യാത്ര ചെയ്യുമ്പം തന്നെ ആ കടലിൻ്റെ ഭംഗിയും കാറ്റും ഒക്കെ ആസ്വദിച്ച് നമുക്ക് ഇങ്ങനെ പോകാം. പിന്നെ ഇവിടുത്തെ മെയിൻ ഹൈലൈറ്റ് എന്ന് പറയുന്നത് ഈ ഒരു പാലമാണ്. ഈ ഒരു പാലം എന്ന് പറയുന്നത് ആലപ്പുഴ ജില്ലയും കൊല്ലം ജില്ലയും തമ്മിൽ ബന്ധിപ്പിക്കുന്ന ഒരു പാലമാണ്. ഈ പാലം നമുക്ക് ഇതിലൂടെ യാത്ര ചെയ്യുമ്പോൾ അഴിമുഖം കണ്ടുകൊണ്ട് നമുക്ക് യാത്ര ചെയ്യാൻ പറ്റും. കാരണം കടലിൻ്റെയും കായലിൻ്റെയും സംഗമമാണ് കാണുന്നത്. പിന്നെ ഇവിടുത്തെ മെയിൻ ഹൈലൈറ്റ് എന്ന് പറയുന്നത് ആ പൊക്കത്തിൽ കാണുന്ന ആ ഒരു ആർച്ച് പോലെ ഇരിക്കുന്ന ആ ഒരു ഭാഗമാണ്. അത് ഇതിൻ്റെ ഒരു ഹൈലൈറ്റ് തന്നെയാണ്. ദൂരെ നിന്ന് നോക്കുമ്പോൾ ആ ബീച്ചിലൊക്കെ നിന്ന് നോക്കുമ്പോൾ ഇതിൻ്റെ വ്യൂ എന്ന് പറയുന്നത് ഒരു പ്രത്യേക ഭംഗിയാണ്. ആ ഒരു പാലം നിൽക്കുന്നത് കാണാൻ എന്നുവെച്ചാൽ ഒരു ആർച്ച് പോലൊക്കെ ഇരിക്കുകയാണ് ആ ഒരു വശം. പിന്നെ ആ ഒരു വശം ഇങ്ങനെ ആർച്ച് പോലൊക്കെ ഇരിക്കുന്നതുകൊണ്ട് ഒരാൾക്ക് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ അതിലൂടെ നടന്നിങ്ങനെ കയറാൻ പറ്റും. ആ ഒരു ആർച്ച് പോലൊക്കെ ഇരിക്കുന്ന ആ ഒരു പൊക്കത്ത്. ഈ കാണുന്നത് കായംകുളം കായലാണ്. പിന്നെ അതിൻ്റെ സൈഡിൽ തന്നെ ഒരു ലൈറ്റ് ഹൗസ് ഉണ്ട്. ആ ലൈറ്റ് ഹൗസിലും നിന്ന് കഴിഞ്ഞാൽ നല്ല പ്രത്യേക ഭംഗിയുള്ളൊരു വ്യൂ ആണ് കാണുന്നത്. കുറേ സ്ഥലങ്ങളും കൂടെ ആഡ് ചെയ്യാനുണ്ട്. ഇനി ഡീറ്റെയിൽ ആയിട്ടൊരു വീഡിയോ ഞാൻ പിന്നീട് ഇടാം. ഇവിടെ വരുമ്പോൾ കുറേ സമയം കുട്ടികൾ ഇവിടെ ഇന്നിങ്ങനെ കളിക്കും. അവർക്ക് സത്യം പറഞ്ഞാൽ സമയം പോകുന്നത് അറിയത്തതേ ഇല്ല. ആ പാലത്തിൽ നിൽക്കുമ്പോൾ നല്ല കാറ്റും നല്ലൊരു വ്യൂ തന്നെയാണ്. കാരണം ഈ അഴീക്കൽ ബീച്ചിൽ പോകുന്നവർ അവിടെ കയറാതെ ബീച്ചിലേക്ക് വരരുത്. കണ്ടോ, നമ്മൾ ഇവിടെ നിന്നുള്ള അതിൻ്റെ ഒരു വ്യൂ കണ്ടോ, നല്ല ഭംഗിയാണ് കാണാൻ. നമുക്ക് ബീച്ചിൽ നിന്നും അതിൻ്റെ ഒരു ഭംഗി ആസ്വദിക്കാം. ആ പാലത്തിൽ നിന്നാണെങ്കിൽ ഒരുപാട് കാഴ്ചകൾ നമുക്ക് കാണാൻ പറ്റും. പിന്നെ ഞങ്ങൾ ദാണ്ടെ ബീച്ചിലേക്ക് ഇറങ്ങി വന്നു. ഈ കാണുന്നത് കായലാണ്. ഞങ്ങൾ ഏകദേശം ഒരു ഉച്ച സമയത്തായിരുന്നു പോയിരുന്നത്. അത് കാരണം ആ ഒരു മരത്തിൻ്റെ താഴെ തണലത്ത് വന്നിരുന്ന് ഈ ബോട്ടുകളൊക്കെ ഇങ്ങനെ പോകുന്ന കാണുമായിരുന്നു. ഇഷ്ടംപോലെ ബോട്ടുണ്ടായിരുന്നു. അന്ന് മത്സ്യബന്ധനം കഴിഞ്ഞ് തിരിച്ചു വരുന്ന ഒരുപാട് ബോട്ടുകൾ കണ്ടു. ഇഷ്ടംപോലെ ബോട്ടുണ്ടായിരുന്നു. ഒരുപാട് ഫിഷുമായിട്ടായിരിക്കും ഈ ബോട്ട് പോകുന്നത്. കാരണം അന്ന് നല്ല ഫിഷുള്ള സമയമായിരുന്നു. അഴീക്കൽ ഹാർബർ അപ്പുറത്താണ്. അങ്ങോട്ടാണ് ഈ ബോട്ടുകളെല്ലാം പോകുന്നത്. കുറേ ബോട്ടുണ്ടായിരുന്നു. ഞായറാഴ്ച ഒരു 3 മണി സമയത്തൊക്കെയാണ് വന്നത്. ആ ഒരു സമയത്തൊക്കെ പോയി കഴിഞ്ഞാൽ കാണാൻ പറ്റും ഒരുപാട് ബോട്ടുകൾ ഇങ്ങനെ മത്സ്യബന്ധനമൊക്കെ കഴിഞ്ഞ് ഇങ്ങനെ തിരിച്ചു വരുന്നത്. അതുകൂടാതെ പിന്നെ സ്പീഡ് ബോട്ട് സഫാരിയും ഉണ്ട്. നമ്മൾ പൈസ അടച്ചു കഴിഞ്ഞാൽ നമ്മളെ കുറച്ച് നേരം ഒരു അരമണിക്കൂറൊക്കെ കൊണ്ടുപോയി ചുറ്റിക്കും. പാറ കൂട്ടിയിട്ടേക്കുന്നിടത്ത് ഒരു തണൽ മരമുണ്ട്. ആ തണൽ മരത്തിൻ്റെ സൈഡിൽ ഇങ്ങനെ ഇരുന്ന് ഈ കാഴ്ചകളൊക്കെ കണ്ട് ഈ പാലത്തിൻ്റെ കാഴ്ചയും പിന്നെ പാലത്തിൻ്റെ മുകളിൽ കൂടെ വണ്ടി പോകുന്നതും ബോട്ട് പോകുന്നതും ഒക്കെ കാണാൻ നല്ല രസമാണ്. അഴീക്കൽ ബീച്ച് ആരും മിസ് ചെയ്യരുത്. എല്ലാവരും വന്നൊന്ന് കാണേണ്ട സ്ഥലം തന്നെയാണ്. പിന്നെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് സാധാരണ ബീച്ചുകളിൽ പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ കടലിൻ്റെ ഭംഗി മാത്രമേ ആസ്വദിക്കാൻ പറ്റത്തുള്ളൂ. ഇവിടെ വന്നു കഴിഞ്ഞാൽ അങ്ങനെയല്ല, കുറേ കാഴ്ചകളുണ്ട്. കടലിൻ്റെ ഭംഗി ആസ്വദിക്കാം, കായലിൻ്റെ ഭംഗി ആസ്വദിക്കാം, പിന്നെ പാലം, അങ്ങനെയൊക്കെ കുറേ ഉണ്ട്. അത് കഴിഞ്ഞ് ഞങ്ങൾ അവിടുന്ന് കയറി വന്ന് ഫിഷ് സ്പാ ചെയ്യാൻ കയറിയതാണ്. മോള് ഫിഷ് സ്പാ ചെയ്യാൻ വേണ്ടി കാലൊക്കെ കഴുകി വൃത്തിയാക്കി അങ്ങോട്ട് കയറ്റി ഇരുത്തുവാണ്. ഒരുപാട് നാളത്തെ ആയിരുന്നു ഫിഷ് സ്പാ ചെയ്യണമെന്നുള്ളത്. അങ്ങനെ എന്തായാലും മോളെ കയറ്റിയിരുത്തി. മോൾക്കൊരു പേടിയില്ലായിരുന്നു, ഇങ്ങനെ ഇരുന്ന് ചിരിക്കുമായിരുന്നു. സാധാരണ ഒരു ചെറിയ ഇറിറ്റേഷനൊക്കെ ഉണ്ടാവും. ഈ ഫിഷ് എന്ന് വെച്ചാൽ നമ്മുടെ കാലിൽ ഇങ്ങനെ കടിക്കുവാണ്. നമ്മുടെ കടിക്കുമ്പോൾ ഫിഷ് കാലിൽ കടിക്കുകയെന്ന് വെച്ച് കഴിഞ്ഞാൽ ഫിഷ് കാലിൽ കടിച്ച് നമ്മുടെ ഈ ബാഡ് സെല്ലൊക്കെ റിമൂവ് ചെയ്യുവാണ്. അഴുക്കൊക്കെ ഉണ്ടെങ്കിൽ പോകുമെന്നൊക്കെ പറയാം. നല്ലൊരു റിലാക്സേഷനൊക്കെ കിട്ടും. ഞങ്ങളതെല്ലാം കഴിഞ്ഞ് ബീച്ചിലേക്ക് ഇറങ്ങി. നല്ല രസമുണ്ടായിരുന്നു കാണാൻ. ഉച്ച സമയമായതുകൊണ്ട് കുറച്ച് വെയിലൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ ഫെസ്റ്റിവൽ സമയമായിരുന്നു. അഴീക്കൽ ഫെസ്റ്റ് നടന്നുകൊണ്ടിരിക്കുന്ന സമയമായിരുന്നു. അത് കാരണം ഒരുപാട് കടകളുണ്ടായിരുന്നു. പിന്നെ ഇവിടെ കുറേ പട്ടം പറത്തുന്നുണ്ടായിരുന്നു. പിന്നെ മോൾക്ക് ഡ്രസ്സൊക്കെ ചേഞ്ച് ചെയ്തപ്പോൾ
കടൽ നല്ല നല്ല തീരെ കുറവായിരുന്നു. തീരെ കുറവായത് കാരണം മോളെപ്പോഴും പറയുമായിരുന്നു കടൽ കരയിൽ നിന്ന് ഒരുപാട് താഴേക്ക് ഇറങ്ങി കിടന്നതാണ്. അത് കാരണം എന്നുവെച്ചാൽ കളിക്കാൻ നല്ല രസമായിരുന്നു. തിരമാലയും കുറവായിരുന്നു. ഒരുപാട് നേരം മക്കൾ രണ്ടുപേരും കടലിൽ നിന്ന് കളിച്ചിട്ടാണ് വന്നത്. മോന് ആദ്യം ഭയങ്കര പേടിയായിരുന്നു. പിന്നെ പേടിയൊക്കെ മാറി അയാൾ ഉഷാറായിട്ട് നിന്ന് കളിച്ചു. ഒരുപാട് ആൾക്കാരുണ്ടായിരുന്നു. ഫസ്റ്റ് ടൈം ആയതുകൊണ്ട് ഒരുപാട് ആൾക്കാരുണ്ടായിരുന്നു. അതൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ പാനിപ്പൂരി കഴിക്കാൻ പോയി. ഇത് ഞങ്ങളുടെ ഫേവറേറ്റ് ഫുഡാണ്, ഫേവറേറ്റ് ആയിട്ടുള്ളൊരു ഡിഷാണ്. അങ്ങനെ ഞങ്ങൾക്ക് അറിയാവുന്ന ഒരു ചേച്ചിയായിരുന്നു. ആ ചേച്ചിയുടെ അടുത്ത് പോയി പാനിപ്പൂരിയൊക്കെ കഴിച്ച് കോളിഫ്ലവർ ബജിയും ചായയൊക്കെ കുടിച്ചിട്ട് ഞങ്ങൾ ചായയൊക്കെ കുടിച്ച് അവിടെ ഇരുന്നു. മോൾക്കൊരു കളിപ്പാട്ടവും വാങ്ങിച്ചായിരുന്നു. ഇതിൻ്റെ പേര് സത്യം പറഞ്ഞാൽ എന്തുവാന്ന് എനിക്കറിയത്തില്ല. നല്ല രസമാണ്. അങ്ങനെ ഞങ്ങളെല്ലാം കഴിഞ്ഞ് വീട്ടിലേക്ക് പോയി.